ഹലോ എവരി വൺ, ജോൺ സാറുണ്ട്. എൻ്റെ പേര് ചന്ദ്രലാൽ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിൽ നിന്നാണ്. ഞങ്ങൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും നമുക്കറിയാം, ഇപ്പോൾ ജെയ് മെയിൻ്റെ പരീക്ഷകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം ആഗസ്റ്റ് തീരാറാകുന്നു. ഇനി എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, പിന്നെ ഡിസംബർ 4 മാസം കഴിയുമ്പോൾ ജനുവരിയിൽ നമുക്ക് ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച തന്നെ ജെയ് മെയിൻ്റെ പരീക്ഷകൾ കാണും. അപ്പം ജെയ് മെയിൻ്റെ 2 ഫേസ് ഉണ്ടെങ്കിൽ പോലും ആ ഫസ്റ്റ് ഫേസ് തന്നെയാണ് എപ്പോഴും ബെസ്റ്റ് പെർഫോമൻസ് എപ്പോഴും വരുന്ന ഫസ്റ്റ് പെർഫോമൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് ഫേസിൽ തന്നെ നമ്മുടെ പെർസെൻറ്റേജ് സ്കോർ 98 അല്ലെങ്കിൽ എബോവ് 99 98 എബോവ് ഓർ 99 എബോവ് കൊണ്ടുവരുന്നതിന് എല്ലാ കുട്ടികളും, ഇത് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടി ഇനിയുള്ള സമയം എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് സാറും ഞാനും വന്നത്. അപ്പോൾ സാറ് ക്ലാസ്സിൽ കയറുമ്പോൾ പിള്ളേരുടെ ഒരു ഇപ്പോൾ അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്, മെയിൻ ടൈമാണ്. അപ്പോൾ സാറിന് ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത കുട്ടികളുടെ വർക്കിങ്ങിനെ കുറിച്ച്? അപ്പോൾ സാറേ, എനിക്ക് തോന്നുന്നു നമ്മൾ +1 +2 പഠിക്കുമ്പം കൂടുതൽ കുട്ടികളും ബോർഡ് എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം ബോർഡ് എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു പ്രശ്നം, ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ തുടങ്ങണം, അല്ലെങ്കിൽ എൻട്രൻസിന് ആദ്യം പഠിക്കുമ്പം എന്ത് ചെയ്യണം. അപ്പം മെയിൻലി എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊരു സംശയമുണ്ട്, അല്ലെങ്കിൽ ആദ്യം എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നൊരു സംശയമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സാറിന് എന്താ അഭിപ്രായം? നമ്മൾ എന്ത് ചെയ്യണം? സാറേ, ഇപ്പൊ ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ നമുക്ക് നല്ല ബുദ്ധി, അല്ലെങ്കിൽ പരിചയം. ഈ 2 കാര്യങ്ങളും ഫോക്കസ് ചെയ്താണ് എപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പം ചില കുട്ടികൾ എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് എങ്ങനെ തുടങ്ങണമെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ അവരുടെ മൈൻഡിലേക്ക് കയറി വരും. പക്ഷെ ഇതെല്ലാ കുട്ടികളും അങ്ങനെയല്ല, അത് കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ. മെജോറിറ്റി കുട്ടികളും യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ അവർ പഠിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇവരിൽ ഇക്വേഷൻസ് അല്ല, ശരിക്കും ആ ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ അവർ ആ പഠിക്കുന്ന പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് തന്നെ അവർ കാര്യങ്ങൾ പഠിച്ച് കയറണം. എന്നിട്ട് എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് എത്തി എന്നുള്ള ആ സ്റ്റെപ്പുകൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ആ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിലേക്ക് കയറുമ്പം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യുകയാണ്. ആ പെർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്തത്, എങ്ങനെയാണ് എൻഡിലേക്ക് എത്തി, ഈ 3 കാര്യങ്ങളാണല്ലോ പ്രധാനം. ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇവർക്കിത് അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല, അവർ അറിയാമെങ്കിൽ അവർ ചെയ്യും, അറിയില്ല എങ്കിൽ അവർ ബുക്കിലെ സൊല്യൂഷൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ഡൗട്ട് ക്ലിയറൻസ് നടത്തിയിട്ടോ അവരത് മനസ്സിലാക്കും. ഈ മനസ്സിലാക്കുന്ന സ്റ്റെപ്പുകൾ അവർ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. അത് അവരുടെ എക്സ്പീരിയൻസ് മോഡിലോട്ട് കയറണം. എന്നാലേ അതേപോലൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എപ്പോഴും അവർക്ക് ആ ഫ്രഷ് മൈൻഡോട് കൂടി ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ നമുക്കും പറ്റില്ല സാറ്. സാറ് തന്നെ അറിയാം, ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി ഡൗട്ട് ചോദിക്കാൻ വരുമ്പോൾ നമ്മൾ നേരത്തെ അത് എപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഉടനെ സൊല്യൂഷൻ കിട്ടും. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. പക്ഷെ അതേസമയം ഒരു വളരെ ഫ്രഷ് ആയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളും ഒരു 2 മിനിറ്റ് ആലോചിച്ചിട്ടായിരിക്കും അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുക്കുന്നത്. ചിലതൊക്കെ നമുക്ക് കിട്ടാതാവും, നമ്മൾ പറയും നമ്മൾ അടുത്ത ദിവസം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കുട്ടികളെ തിരിച്ചയക്കാൻ അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം എക്സ്പീരിയൻസിൽ വലിയൊരു ഘടകമാണ്. അപ്പോൾ ഇവർ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കഴിയുന്നത്ര അവർ ആ ചെയ്ത പ്രൊസീജിയർ എന്ന് പറയുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ വേണമെങ്കിൽ അവർ ആ ചെയ്തതിൻ്റെ സൈഡിലൊക്കെ അല്ലെങ്കിൽ ഒരു പേപ്പർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, അവരതൊരു റെക്കോർഡാക്കി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെയാണ് തുടങ്ങിയത്, ഇങ്ങനെയാണ് പ്രൊസീഡ് ചെയ്തത്. നമ്മളിപ്പോൾ ഈ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയാണ്, ആ ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് എപ്പോഴും മനസ്സിൽ വരണം, എന്നാലേ അവർക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. അത് ഇല്ലാത്ത കൊണ്ടാണ് പലപ്പോഴും എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. സാറ് പറഞ്ഞതുപോലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്റ്റുഡൻസ് വളരെ കുറവാണ്. അപ്പം ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാറ് പറഞ്ഞതുപോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അത് മെത്തേഡ് ഓഫ് സോൾവിങ് മനസ്സിലാക്കുക. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് സാറ്, നമ്മൾ ഈ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പം തിയറി പഠിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ നമ്മൾ ഇക്വേഷൻസ് പറയുമ്പോൾ തന്നെ ഇക്വേഷൻസ് അങ്ങ് എഴുതിയെടുത്തിട്ട് ഇക്വേഷൻ വെച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും. അതെ, ഇവരുടെ തോന്നൽ എന്താണെന്നറിയാം സാറേ, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇക്വേഷൻ ഉണ്ടെന്നും അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് സൊല്യൂഷനാണ്. ഇവർ ആയിരിക്കുന്ന അതിൻ്റെ ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്. ഒരു പക്ഷേ അവർ സ്കൂളിലൊക്കെ അങ്ങനെയായിരിക്കും ശീലിച്ചിട്ടുണ്ടാവും. ഇവരുടെ ക്ലാസ് ഇരിക്കുന്നത് ചിലപ്പോൾ എന്താണെന്ന് അറിയാം, ഇവരിപ്പോൾ ഒരു സ്കൂളിൽ പഠിച്ചതായിരിക്കും, ആ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടാവും. ആ 50 കുട്ടികളിൽ ഈ കുട്ടി മാത്രമായിരിക്കും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ അറിയാവുന്നതാണ്, ബാക്കി ആർക്കും അതുപോലും അറിയത്തില്ല. അപ്പോൾ അവരുടെ മുന്നിൽ എന്താണ്, ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഐയും ആറും ടിയും തന്നിട്ട് ഹീറ്റ് കണ്ടുപിടിക്കാൻ, ജൂൾസ് ഹീറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു, I²RT. ഇത് I²RT എടുത്ത് ചെയ്യാൻ കഴിവുള്ള കുട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ I²RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിവുള്ളത് ഈ ഒരു കുട്ടി മാത്രമായിരിക്കും. അപ്പം അതാണ് സൊല്യൂഷൻ. പക്ഷെ വേറെ നമ്മളിവിടെ വരുമ്പോൾ ഞാനിപ്പോൾ ഒരു 1 ആംപിയർ കറണ്ട് ഒരു 2 ആംപിയർ കറണ്ടും കൊടുക്കുകയാണ്.
ഒരേ സർക്യൂളിൽ ഒരേ ഡയറക്ഷനിൽ. ഹീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവർക്ക് 1² RT + 2² RT എടുക്കണോ അതോ 1+2 3² RT എടുക്കണോ എന്നുള്ള കാര്യം ചോദിച്ചാൽ ഇവർ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതാണ് സാറേ, അപ്പോൾ അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ അറിയുമ്പോഴാണ് ഇവർ തീർച്ചയായിട്ടും എന്താണ് I² RT ആണെന്ന് ടോട്ടൽ കറണ്ട് എടുക്കുമ്പോൾ ആ എക്സ്ട്രാ ടൈം അല്ല 2AB എന്നുള്ള A+B² ടൈം വരും എന്നുള്ള കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്ന അങ്ങനെ എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പം പരീക്ഷയ്ക്ക് ഇപ്പോൾ I² RT അവർ ചെയ്ത് പഠിച്ചു. പരീക്ഷയ്ക്ക് ഈ രീതിയിൽ 2 കറണ്ട് തരികയാണെങ്കിൽ പരീക്ഷ ഉള്ളവർ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ അതുണ്ടാവരുത്. അതിനാണ് ഞാൻ ഈ പറയുന്നത് എക്സ്പീരിയൻസ് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നേരത്തെ അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അത് എത്ര എണ്ണം ആയിക്കോട്ടെ സാർ, എണ്ണത്തിൻ്റെ കൗണ്ടിലല്ല പ്രത്യേകത. ആ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ അവർ പ്രൊസീഡ് ചെയ്ത ഒരു ഫ്ലോ ചാർട്ട് ഒന്നുകിൽ അവർക്ക് റെക്കോർഡിക്കലായിട്ട് വേണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ മൈൻഡിലെങ്കിലും വേണം. എന്നാലേ പരീക്ഷ ഉള്ളത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സാറേ നമ്മൾ കുറേ ചാപ്റ്ററുകൾ പഠിക്കുന്നത് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു അതിന്റെ കാര്യങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ റെക്കോർഡിക്കലി ഒരു സംശയമുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ ചെയ്യുന്ന മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും സാർ, ഒരു ബുക്ക് വാങ്ങി റെക്കോർഡ് വേണം സാർ. അത് എപ്പോഴും വേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു പേപ്പർ ഇങ്ങോട്ട് എടുക്കും. ആ പേപ്പർ കണ്ടാൽ തന്നെ നമ്മൾ ദേഷ്യം വരും. അമ്മാതിരിയുള്ള ഒരു പേപ്പറായിരിക്കും. എന്നിട്ട് അതിൽ ഇവിടെ എത്തുമ്പോൾ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ട് ഇത് കിട്ടുമായിരിക്കും. സാറേ അത്ര ലാഘവത്തോടുകൂടി ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യുന്ന പല കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു നല്ല ട്രെൻഡ് അല്ല സാറേ. അത് ബോർഡ് എക്സാമിനൊക്കെ ടീച്ചർ സാറേ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ മാർക്കൊക്കെ കുറച്ച് കിട്ടാനുള്ള സാധ്യത. പക്ഷേ എൻട്രൻസിന് നമുക്ക് ആപ്പാടെ ഒരു ആൻസറേ ഉള്ളൂ. അതിലോട്ട് എത്തണമെങ്കിൽ ആ കറക്റ്റ് വേ ഓഫ് സോൾവിങ് നമ്മൾ അറിയണം. അപ്പോൾ അതേപോലെ സാറ് തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ചില കുട്ടികളെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കഴിവ് അത് നാച്ചുറലി ഉള്ളവരാണ്. പക്ഷേ വേറെ ചില കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും ചില കുട്ടികൾ പറയാറുണ്ട്, എൻ്റെ കൂടത്തിൽ ഹോസ്റ്റലിലുള്ള ആൾ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ഉടനെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യുന്നു. അപ്പം ഞാൻ രാത്രിയൊക്കെ ഉറക്കളിച്ചിരുന്ന് ഇങ്ങനെ പഠിക്കുന്നു, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സാറേ അപ്പോൾ സാറ് പറഞ്ഞതുപോലെ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ആദ്യം തൽക്കാലം കമ്പയർ ചെയ്യേണ്ട. അതെ, ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട് എപ്പോഴും. അതായത് പല കുട്ടികളെ വിളിച്ചിട്ട് റൂംമേറ്റിന് ക്ലാസ്മേറ്റിന് അല്ല റൂംമേറ്റിന് മാർക്ക് കൂടുതലാണ്, റാങ്ക് കൂടുതലാണ്. ഞാൻ ഇന്നാളൊരു ക്ലാസ് ചോദിച്ചു, നമുക്ക് റൂമിനകത്ത് കൊന്നുകളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അവനോട് ചോദിച്ചാൽ അവൻ എങ്ങനെയാണ് പഠിക്കണമെന്നൊക്കെ മനസ്സിലാക്കി നമ്മളത് എന്ത് ചെയ്യുക, നമ്മളതിൽ സന്തോഷിക്കുക. നമ്മുടെ റൂമിന് നല്ല റാങ്ക് കിട്ടുന്നല്ലോ, അപ്പോൾ അതിലേക്ക് എത്താൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ എന്ന രീതിയിൽ സന്തോഷിക്കുക. ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ച് ഈ കാര്യം പറയാം. അങ്ങനെയുള്ള മെത്തേഡ് ഓഫ് സോൾവിങ്, മെത്തേഡ് ഓഫ് സ്റ്റഡി വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പേടാ നീ എങ്ങനെയാണ് പഠിക്കുന്നത്, അപ്പോൾ ആ മെത്തേഡ് ഓഫ് സോൾവിങ് എനിക്കിവിടെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്നതായിരിക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ചില കുട്ടികൾ ഓൾറെഡി എൻട്രൻസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആദ്യം തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചെയ്യാം. നേരത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ടാവും. ചിലപ്പോൾ അവരുടെ ആ ഒരു ബോർഡ് എക്സാമിനേഷൻ ഷെഡ്യൂളുമായിട്ട് അല്പം ഒന്ന് മിക്സ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് ചിലപ്പം സ്കോർ കിട്ടാതെ പോയത്. അപ്പോൾ അവർ ഓൾറെഡി തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കുറെ ഫെമിലിയർ ആണ്. അപ്പോൾ അത് അവർ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തുന്നേ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാർ ഓടിക്കാൻ പഠിക്കുവാണെങ്കിൽ ആദ്യം കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗുരുവിനെക്കാട്ടിലും താഴെയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ 2 കുട്ടികൾ പഠിക്കാൻ വരുന്നു, ഒരാൾ ഓൾറെഡി കുറേ പഠിച്ചു, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ അയാൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ രണ്ടാമത്തെ കുട്ടി ആദ്യം മുതൽ പഠിച്ച് കുറേ ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിയുമ്പം എങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള വേ ഓഫ് സോൾവിങ് എന്ന് മനസ്സിലാവും. അപ്പോൾ രണ്ടുപേരും കാർ ഓടിക്കാൻ അവസാനം പഠിക്കുന്നത് പോലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മളെ കൊണ്ടും പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പം ചില കുട്ടികൾ ആദ്യം ഒരു ഡിഫിക്കൽട്ടി ലെവൽ എവിടെ അപ്പോൾ ആ ഡിഫിക്കൽട്ടി ലെവൽ കാണുമ്പോഴത്തേനും അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലല്ലോ, അപ്പം ഞാനിത് പഠിച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ക്ലാസ്സിലൊക്കെ ഇരിക്കും. അത് പലപ്പോഴും സാറേ എൻവയറമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്, അല്ലാതെ അവരുടെ ആ ഒരു ടോപ്പിക്കുള്ള ഡിഫിക്കൽറ്റി ആയിരിക്കും, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് ആ ഒരു ഇമോഷണൽ പ്രോബ്ലംസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ നമുക്ക് ആദ്യം പറ്റണം. അപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ സാറേ നമ്മൾ ഈ പഠിത്തത്തിലേക്ക് ഫുള്ളി ഫോക്കസ് ചെയ്താൽ പിന്നെ ഈ കാര്യങ്ങളല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറയായിരുന്നു, നിങ്ങൾ ഈ കംപ്ലൈൻറ്റ് പറയുന്ന ഒഴിവാക്കുക. ഫുഡ് ശരിയാവുന്നില്ല, ഉറക്കം ശരിയാവുന്നില്ല, ബഹളമാണ്, ഈ കംപ്ലൈൻറ്റുകളൊക്കെ നമുക്ക് പറയുന്നത് എന്താണ്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാണ് സാർ. പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ക്യാൻറ്റീനിൽ പോയി കിട്ടുന്ന വാങ്ങി കഴിച്ചിട്ട് അവൻ പഠിക്കാൻ പോകത്തല്ലേ, അത് രുചിയുണ്ടോ ഇല്ലയോ ഒന്നും അവൻ നോക്കില്ല. അതെ, നമ്മൾ ഈ കറണ്ട് പോകുമ്പോൾ പറയുന്ന പോലെ കറണ്ട് പോകുമ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, കറണ്ട് എപ്പോഴാണോ പോകുന്നത് അതേ ഇൻസ്റ്റന്റിൽ കുട്ടികൾക്ക് ചൂടെടുക്കാൻ തുടങ്ങും. അതെ, പക്ഷെ നമുക്കറിയാം അതിനൊരു ട്രാൻസിഷൻ ടൈം ഉണ്ട്. ഈ സ്വിച്ച് ഓഫായി ഫാൻ ഇല്ലാതായിട്ട് ഒരു അല്പസമയം കഴിയുമ്പോഴേ നമുക്ക് ചൂട് ഫീൽ ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. പക്ഷേ സാറേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷം തന്നെയാണ് ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് AC ഡ്രിപ്പായി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് AC ഡ്രിപ്പ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു ആൾ വന്നിട്ട് ഇങ്ങനെ AC ഡ്രിപ്പായ കാര്യം ഞാൻ പക്ഷേ അത് അറിഞ്ഞില്ല സാറേ. ഞാൻ ഈ AC ഡ്രിപ്പായത് ചൂടായതോ അറിഞ്ഞിട്ടില്ല.
പക്ഷേ പിള്ളേരത് അറിയുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പം എന്ന് വെച്ചാൽ നമ്മളിൽ ഞാനിപ്പം അത് എൻ്റെ കാര്യമായിട്ടല്ല പറയുന്നത്, ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് AC ഓഫായി പോയെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും നമ്മൾ സാറേ ഈ പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര എൻവയറമെന്റൽ കാര്യങ്ങളും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഫോക്കസിങ്ങിന്റെ കുറവാണ് ഈ ഇത്തരത്തിലുള്ള കംപ്ലൈന്റുകളിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതെ, നമ്മൾ ഏത് കാര്യം ചെയ്താലും ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വീട്ടിലെ കാര്യമൊക്കെ ആലോചിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വരും. അതായത് സാറേ നമ്മൾ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം +1 ആദ്യം പഠിക്കുന്ന കുട്ടി തന്നെ ചിലപ്പോൾ നേരത്തെ കുറച്ചൊക്കെ പഠിച്ചിട്ട് കാണും. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം എനിക്ക് അറിയാവല്ലോ എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന അതിന് സാറേ അതിലൊരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം അറിയാമെങ്കിൽ നമുക്ക് വീണ്ടും ക്ലാസ് ഇരിക്കേണ്ടി വരില്ലല്ലോ. നമ്മൾ നേരിട്ട് തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ടാവും, NIL പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അറിവ് ഉണ്ട് തീർച്ചയായിട്ടും, പക്ഷെ ആ അറിവിനെ നമ്മൾ പ്രാക്ടിക്കബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള എന്തോ ഒരു പ്രശ്നമാണ് നമുക്ക് ഫസ്റ്റ് ടൈം. ചിലപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഫെയിൽ ആക്കിയതിന് കാരണം അതാണ്. അപ്പോൾ ഒരിക്കലും സാറേ ക്ലാസ്സുകൾ മിസ് ചെയ്യരുത്. കാരണം സാറ് തന്നെ അറിയാം, നമ്മളിപ്പോൾ ബുക്കുകൾ ഒത്തിരി ഉണ്ട് സാറേ, പക്ഷേ ബുക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ബുക്കുകളിലുള്ള സൊല്യൂഷൻ രീതികളെക്കാളും ഈസി മെത്തേഡുകളാണ് നമ്മളെല്ലാം ക്ലാസ് പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ പല കാര്യങ്ങളും ഇവർക്ക് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും ബുക്കുകൾ വായിച്ചാൽ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന അത്ര വ്യക്തമായിട്ട് ഇവർക്ക് അത് മനസ്സിലാവില്ല. പല ടോപ്പിക്കുകൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ സമ്മതിച്ചു, അങ്ങനെയല്ല. പക്ഷേ കോൺസെപ്റ്റ് വളരെ ഇപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ ഫോർ എക്സാമ്പിൾ ഷീൽഡിങ് പോലുള്ള ടോപ്പിക്കുകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഇതിനൊക്കെ സാറേ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന ബുക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ടീച്ചറിനാണ് നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഇത് വളരെ ലെന്തി ടോപ്പിക്കുകളാണ്, ബുക്കുകൾ ഇത് ഓർഡറിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇതിനെയൊക്കെ പെറുക്കി ഓർഡറിലാക്കി വെച്ച് കൊടുക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുമ്പോഴാണ് ശരിക്കും പല കുട്ടികളും സാറ് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്, ഇക്വേഷൻ മാത്രം ശ്രദ്ധിക്കും. ഒന്നാമത്തെ കാര്യം, ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ബേസ്ഡ് സബ്ജക്റ്റേ അല്ല, ഇതൊരു കോൺസെപ്റ്റ് ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. സാറേ എല്ലാ ക്വസ്റ്റിനും ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും മാത്തമാറ്റിക്കലി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തിനാണ് ഈ GM1 M2/R² 1/4πε0 Q1 Q2/R² ഒക്കെ ഉണ്ടാക്കിയത്? അവർക്ക് അതിന്റെ കാര്യമില്ലല്ലോ, എല്ലാം മാത്സ് വെച്ചങ്ങ് ചെയ്യാമല്ലോ. അപ്പം ഫിസിക്സിന്റെ ശ്രമം തന്നെ എന്താണ്, മാത്തമാറ്റിക്സിൽ നിന്ന് ഫിസിക്സ് ഐഡിയാസിനെ ഫ്രീ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്നത്ര ലെസ് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം ഫിസിക്സിൽ സാറൊരു അധ്യാപകനാണ്, ഞാനും അധ്യാപകനാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്സിലല്ല കോൺസെപ്റ്റ് ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ ഇടാൻ ശ്രമിക്കുക. IITക്ക് ക്വസ്റ്റ്യൻ ഇടാവുന്ന ആൾക്കാരും കോൺസെപ്റ്റ് ബേസ്ഡ് ആണ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ എബിലിറ്റി ചെക്ക് ചെയ്യാൻ അവർക്ക് ഒരു മാത്തമാറ്റിക്സ് പേപ്പർ ഉണ്ട്. സാറേ ഈ ഇന്റഗ്രേഷൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കുട്ടികൾക്ക് ഇന്റഗ്രേഷൻ അറിയാം, പക്ഷെ എവിടെ എങ്ങനെ അതറിയില്ല. കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് 2 പേപ്പറിലും കൂടെ അഡ്വാൻസ്ഡ് ഇന്റഗ്രേഷൻ മോഡൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കോൺസെപ്റ്റ് തന്നെയാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെപ്റ്റുകൾ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുക, പിന്നെ ആ കോൺസെപ്റ്റുകൾ അപ്പോൾ തന്നെ വായിച്ച് അല്ലെങ്കിൽ അന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കുകയും അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് അന്ന് തന്നെ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ പോയാൽ മാത്രമേ സാറേ ഇത് സക്സസ്സിലെത്തുള്ളൂ. അല്ലാതെ നമ്മൾ പെൻഡിങ് ഇടുകയും ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കുകയും നമുക്ക് തോന്നുന്ന പഠിക്കുകയും റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് പഠിക്കുകയും ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ള അത്തരം ഒരു കുട്ടികളും സക്സസ്ഫുൾ ആയിട്ടില്ല. അവർ അൾട്ടിമേറ്റ്ലി ഫെയിൽ ആയിട്ട് പോകുന്നു. എനിക്ക് പേരെടുത്ത് പറയാവുന്ന കുട്ടികളുണ്ട്, ഞാനിപ്പോൾ പേരുകൾ പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. പേരെടുത്ത് പറയാൻ പറ്റുന്ന മിടുക്കരായ കുട്ടികൾ അവരുടെ തെറ്റായ രീതിയിലുള്ള ഈ സാറ് പറഞ്ഞ രീതിയിലുള്ള ഒരു അസസ്മെൻറ്റ്, അതായത് ഞങ്ങളിപ്പം JEE മെയിനൊക്കെ എല്ലാം അറിയാം, ഞങ്ങളിപ്പോൾ എഴുതിയാലും 99.99% കിട്ടും, ഇനി അഡ്വാൻസ് നോക്കിയാൽ മതി. സാറേ അത് ഒരു അഹങ്കാരം പോലുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അതൊരു ശരിയായ രീതിയിലുള്ള ചിന്തയല്ല. ക്ലാസ്സുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫിസിക്സ് ആയിരുന്നാലും കെമിസ്ട്രി ആയിരുന്നാലും മാത്സ് ആയിരുന്നാലും ശ്രദ്ധിക്കുക. ടീച്ചേഴ്സ് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് വേ ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് വേ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും, അതായിരിക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് വരിക. പിന്നെ ഞങ്ങൾ പോവുക, റെസണൻസ് മെറ്റീരിയൽ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ മെറ്റീരിയലിൽ കണ്ടിട്ടുള്ളത് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മാത്രമല്ല അത് വളരെ ഓർഡറിലാണ്, ഓർഡറിലും അതുപോലെ തന്നെ അതെ ഡിഫറെൻറ്റ് എക്സസൈസ് രീതിയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് 2 എക്സസൈസിൽ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ തന്നെ ഇവർക്ക് ഈ പറയുന്ന JEE മെയിന് 98% എബോവ് ചെയ്ത് പോകാൻ പറ്റും. അതെ, സാറ് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കുട്ടികൾക്ക് JEE മെയിൻ കഴിഞ്ഞാണ് JEE അഡ്വാൻസർ എന്ന് ചിന്തിക്കാതെയാണ് പഠിക്കുന്നത്. അതെ, കാരണം ഞാൻ ആദ്യം തന്നെ JEE അഡ്വാൻസറിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങ് എടുത്ത് ചെയ്യാന്നുള്ള രീതിയാണ്. പക്ഷേ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ JEE മെയിൻ ആദ്യം പഠിക്കുമ്പം JEE മെയിൻ എന്ന് പറയുന്നത് എന്തിനുള്ള പ്രിപ്പറേഷൻ തന്നെയാണ്, JEE അഡ്വാൻസറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യം JEE മെയിൻ കഴിഞ്ഞാണ് JEE അഡ്വാൻസ്ഡ് വരുന്നത്. അപ്പം JEE മെയിൻ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഒരു വിഷമങ്ങളൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ സാറേ അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അവർ പഠിക്കുന്നതിന് അനുസരിച്ചുള്ള റിസൾട്ട് JEE മെയിൻ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പം അതിൻ്റെ ഒരു
കാരണം സാറിന് സാറേ അത് ഞാൻ ഒരുപാട് ചിന്തിച്ച് നോക്കിയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യം. ഞാൻ മനസ്സിലാക്കിയ 2-3 കാര്യങ്ങൾ. ഒന്ന്, പരീക്ഷാ ഹാളിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്, അല്പം ടെൻഷൻ കൂടിയൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പെർഫോം ചെയ്യുന്നതിൽ ഇവർക്ക് അവിടെ ചെറിയൊരു പ്രശ്നം വരാം. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ പേഴ്സണലിൽ ഒത്തിരി അങ്ങ് കുറയ്ക്കുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രിപ്പറേഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ 15 മണിക്കൂർ പഠിക്കുന്നു, ഇവർ എത്രത്തോളം കണ്ടന്റുകൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പോലുള്ള ചാപ്റ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡക്ഷൻ AC പോലുള്ള ചാപ്റ്റർ, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് പോലുള്ള ചാപ്റ്റർ വളരെ ലെന്തി ചാപ്റ്ററാണ്. അതിനകത്ത് കോൺസെപ്റ്റ്സ് ഒത്തിരി മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് പലയിടത്തായിട്ട്. അപ്പോൾ ഇതിന് എല്ലാ കാര്യങ്ങളും ഇവർ കവർ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ സാർ ഇപ്പോൾ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇപ്പോൾ സാറ് ഒരു സ്റ്റുഡൻ്റാണ്, സാർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നു, ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നു. സാറ് ഗോസസ് ലോ പഠിച്ചു, ഞാൻ ഗോസസ് ലോ വിട്ടു, അങ്ങനെ. അല്ലെങ്കിൽ പോട്ടെ, സാറ് ഞാനും ഒരുമിച്ച് പഠിക്കുന്നു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഗോസസ് ലോ വിട്ടു. ജെയ് മെയിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? സാർ എഴുതുന്ന പരീക്ഷയല്ല ഞാൻ എഴുതുന്നത്. ഞാൻ എഴുതിയ പരീക്ഷയിൽ ഗോസസ് ലോ വന്നു, എൻ്റെ ക്വസ്റ്റ്യൻ പോയി, അപ്പം ഞാൻ പെട്ടു, എൻ്റെ റാങ്ക് കുറഞ്ഞു. സാറിന് ഭാഗ്യം കൊണ്ട് സാറ് എഴുതിയ പരീക്ഷയിൽ ഗോസസ് ലോ വന്നില്ല, അപ്പോൾ സാറിന് പ്രശ്നം ഉണ്ടായില്ല. അപ്പം പരീക്ഷ റിസൾട്ട് വരുമ്പോൾ സാറ് പെർസെൻറ്റേജിൽ മുകളിലും ഞാൻ പെർസെൻറ്റേജിൽ താഴെയായിട്ട് മാറും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജെയ് മെയിൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ 100 ഔട്ട് ഓഫ് 100 കവർ ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ജെയ് മെയിന് 3 പേപ്പറാണുള്ളത്, മാത്സും ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയും. ഇത് 3-നും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഈ 3ഉം പഠിക്കണം സാറേ. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, മാത്സ് എന്തോ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പഠിക്കാത്ത പോലെ പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്നും ഒട്ടും നല്ലതല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു സാറേ. നമ്മൾ ഓരോ കാര്യങ്ങൾ ഒഴിവാക്കി വെക്കുമ്പോൾ, ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വെക്കുമ്പോൾ നമ്മുടെ പേഴ്സൻറ്റേജിൽ ഒരു 0.5 കുറയും. അപ്പോൾ 10 കാര്യങ്ങൾ മാറ്റുമ്പോൾ നമ്മുടെ പേഴ്സൻറ്റേജിൽ ഒറ്റ അടിക്കും 95ലേക്ക് പോകും. അപ്പം പ്രിപ്പറേഷൻ ഫുള്ളി വരാത്തത് തന്നെയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രിപ്പറേഷൻ ഫുള്ളി കറക്റ്റ് അല്ല, ഫുള്ളി നടക്കുന്നില്ല, ഇവർ ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, പരീക്ഷ ഉള്ള ചെറിയ പാനിക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സുകളിൽ ജെയ് മെയിൻ ഇവർ കൊടുക്കുന്ന അത്ര വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച്. ഇത് 3മാണ് മെയിനായിട്ട് ഇവരുടെ ജെയ് മെയിൻ റാങ്കുകളെ പുറത്തേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സാറേ, മിക്കവാറും ചില കുട്ടികൾക്ക് മാത്സും ഫിസിക്സും താല്പര്യമുള്ളവരാണ്, ചിലർക്ക് ഫിസിക്സും കെമിസ്ട്രിയും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെന്ത് ചെയ്യും, കുറച്ച് പേര് കെമിസ്ട്രി അങ്ങ് ഒഴിവാക്കി കുറച്ച് ചാപ്റ്റേഴ്സ് ഒഴിവാക്കും, മാത്സ് അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒഴിവാക്കും. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മളെല്ലാം മാക്സിമം, നമുക്കിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, സമയം ഉണ്ടോ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ സമയം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്യുമ്പം അതിനകത്തുള്ള കോൺസെപ്റ്റ്സ് മൊത്തം മനസ്സിലാക്കിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ്. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അഡ്വാൻസിന് ഒരു പക്ഷേ നമ്മളൊരു ടോപ്പിക്ക് വിട്ടാലും നമ്മൾ വലുതായിട്ട് എഫക്ട് ചെയ്യില്ല. എന്താണെന്നറിയാം സാർ, അഡ്വാൻസിന് ഒരു 50 to 60% സ്കോർ ചെയ്താൽ നല്ല റാങ്കായി. തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് സാറിന് അറിയാമല്ലോ, ജെയ് മെയിന് 99% കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ പേപ്പറിനും എബവ് 20 ഒക്കെ സ്കോർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് എങ്കിലും സ്കോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ടോപ്പിക്കുകൾ വിട്ടാൽ ചിലപ്പോൾ നമുക്ക് അവിടെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഡ്വാൻസിനാണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല, ഒരു ടോപ്പിക്കൊക്കെ വിട്ടാലും അതിലുള്ള ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടാൽ പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ടോപ്പിക്സ് ഒന്നും തന്നെ വിട്ട് കളയാൻ പാടില്ല എന്നുള്ളതാണ് ജെയ് മെയിൻ. പിന്നെ സാറേ, എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ സിലബസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഔട്ട് ഓഫ് സിലബസ് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ കുട്ടികൾ ഈ സിലബസിന് വെളിയിലോട്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം ഞാൻ നേരത്തെ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ച ഒരു കുട്ടി ഫിസിക്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ MSc പഠിച്ച ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, പക്ഷെ ആ പയ്യനറിയാം. പക്ഷെ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അല്ല, അത് പക്ഷേ 2 കാര്യങ്ങളുണ്ടാവും സാറേ. ഒന്നും പക്ഷെ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തും പഠിക്കാം. അത് പരീക്ഷയ്ക്ക് വേണ്ടിയല്ല, പരീക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇതൊരു ഈവൻ അഡ്വാൻസ്ഡ് പോലും എക്സാക്ട്ലി സിലബസ് ഓറിയന്റഡ് ആണ്. അവർ പറയുന്ന സിലബസിന് പുറത്തേക്ക്, പക്ഷേ അവർ പറയുന്ന സിലബസിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ നോളേജിനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഇവർ അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കും. അല്ലാതെ ഒരു എക്സ്ട്രാ ടോപ്പിക്ക് ഇപ്പം അങ്ങനെയുള്ള ഇപ്പം ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇവർക്ക് ചോദിക്കില്ല. കാരണം അത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ്, നമ്മളത് ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നത്. അപ്പം അങ്ങനെയും ചോദിക്കില്ല. അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ തന്നെ ബൗണ്ടറി കണ്ടീഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ജെഇ അഡ്വാൻസ്ഡോ ചോദിക്കില്ല, അതും ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്, പക്ഷെ അതൊന്നും ചോദിക്കില്ല. ഇനി പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു അഡ്വാൻസ് പരീക്ഷയ്ക്ക് ഇവർ പാസ് ചെയ്ത് തരുമായിരുന്നു. എന്നിട്ട് പാസ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ അല്പം ഒന്നിട്ടിട്ട്
അത് ഞാൻ ചോദിക്കും. പക്ഷെ അവരത് തന്നിട്ടേ ചോദിക്കുള്ളൂ. ആ, തന്നിട്ട് എന്താ അല്ല situation അല്ല ചോദിക്കും. സിറ്റുവേഷൻ എന്താണെന്ന് അവർ പറഞ്ഞിട്ടേ ചോദിക്കുള്ളൂ. സാറിന് ഓർമ്മയുണ്ട് അങ്ങനെ ചില ഉണ്ടോ? സിറ്റുവേഷൻസ്? Rotational motion ന്റെ ഒരു ആ വിഷയം അതെ. അങ്ങനെ ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നിട്ടേ ചോദിക്കും. അതുകൊണ്ട് സിലബസ് ഫുള്ളി സിലബസ് കവർ ചെയ്താൽ മതി. നമ്മൾ എക്സ്ട്രാ ഹയർ സ്റ്റഡീസിനുള്ള കാര്യങ്ങൾ അത് വെറുതെ നമ്മൾ സമയങ്ങളായി. ചെയ്യുന്നതാണ്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കി നമ്മൾ മെക്കാനിക്സിലൊക്കെ തന്നെ ഈ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ഒക്കെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതെ, അപ്പം നമ്മൾ ഇത്തരം മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇങ്ങനെ ഈ മൾട്ടിപ്പിൾ പുള്ളി സിസ്റ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു അറിവിൽ അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്ക് അടുത്ത കാലത്ത് ഒന്നും ചോദിച്ചാൽ കണ്ടിട്ടില്ല. വെഡ്ജ് കൺസ്ട്രെയിൻസ്, പിന്നെ ജെഇമെയിന് ചെറിയ questions ഒക്കെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതിൽ സർക്യൂട്ടുകൾ സോൾവ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കും ഇത്രത്തോളം വലിയ സർക്യൂട്ടുകളൊക്കെ ചോദിക്കുമോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. സർക്യൂട്ടുകൾ ചോദിക്കുന്നതിനേക്കാളും സർക്യൂട്ടിനകത്തുള്ള ലോജിക്കുകളാണ് അവർ ചോദിക്കുന്നത്. കാരണം ഫിസിക്സാണ് ചോദിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞു നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പം പലപ്പോഴും പലരും പറയാറുണ്ട് ഇത് സിലബസിലില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പം നമ്മൾ പഠിച്ച കാര്യം ഒരു ചെറിയ ഒരു അതെ അതെ തീർച്ചയായിട്ടും വേറെ സിറ്റുവേഷൻ കൺവേർട്ട് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പം നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം അതിന് തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് തറവായിരുന്നാൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ കാണുമ്പം മനസ്സിലാവും. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാൻ പറ്റാത്തതിന്റെ ഒരു കാരണം കോൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ല, പ്രാക്ടീസും കുറവാണ്. പ്രാക്ടീസും പിന്നെ ഓർമ്മിക്കുന്നില്ല. അതെ അതെ ക്വസ്റ്റ്യൻ ചെയ്യുക, കളയുക എന്നുള്ള ഒരു യൂസ് ആൻഡ് ത്രോ മെന്റാലിറ്റി ഇതിൽ നല്ലതല്ല. നമ്മൾ യൂസ് ചെയ്യണം, അത് കീപ്പ് ചെയ്യണം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. സാർ എനിക്ക് തോന്നുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് പല മെറ്റീരിയലുകൾ കുട്ടികൾ കവർ ചെയ്യും. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്, പിന്നെ റെസൻസിന്റെ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ പല ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഇതെല്ലാം പഠിച്ച് തീരാനുള്ള സമയം നമുക്കില്ല. അപ്പൊ നമ്മൾ ഈ അതേ സമയം കൊണ്ട് എല്ലാം കൂടെ നമുക്ക് വായിച്ച് പഠിക്കാനുള്ള സമയം റിപ്പീറ്റേഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പം നമ്മൾ ബേസിക്കലി സാർ മുമ്പേ പറഞ്ഞതുപോലെ റെസൊണൻസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നു, നമുക്കത് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു, അത് പഠിക്കുന്നതാണോ? അല്ലാതെ കുറേ ബുക്കുകൾ എടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ച് അങ്ങനെ ഒരു ശീലം ചില കുട്ടികൾക്കുണ്ട്. അപ്പോൾ അത് അത്ര സാറേ ബേസിക്കലി സമയം അനുസരിച്ചാണ്. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് ബാച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് 2.5 വർഷത്തോളം സമയം കിട്ടുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ പല കുട്ടികളും ചോദിക്കാറുണ്ട് സാറേ ഗാലക്സി സീരീസ് വായിക്കുന്നത് നല്ലതല്ലേ? നല്ലതാണ്, പക്ഷെ സമയം വേണം. ഇപ്പൊ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിക്ക് 7 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഗാലക്സി സീരീസ് ഒന്നും വായിച്ചെടുക്കാനുള്ള ടൈമില്ല. അപ്പൊ അവരത് അതിലേക്ക് പോവുകയാണെങ്കിൽ അത് മാത്രമല്ല ഗാലക്സി സീരീസ് ഒക്കെ വായിച്ച് പഠിക്കുന്നതിന് നമുക്കൊരു നോളേജ് വേണം. ആ നോളജിന് മുകളിൽ നിന്ന് നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഫ്രഷേഴ്സിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സാറേ ഇവരെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനും നല്ലത് എനിക്ക് തോന്നുന്നു സാറേ മുമ്പ് പറഞ്ഞതുപോലെ നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ട് അത് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് പഠിക്കുക. ഈ ക്ലാസ്സിൽ സാറേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ലത് ക്ലാസ് റൂം കോച്ചിങ്. നമ്മുടെ ഈ വർഷം IIT ടോപ്പറായ പയ്യനൊക്കെ പറഞ്ഞാൽ കൃത്യമാണ്. ക്ലാസ് റൂം കോച്ചിങ് അന്ന് ഹോസ്റ്റലിൽ പോയി ആ ക്ലാസ് റൂമിൽ അന്നെടുത്ത കാര്യങ്ങൾ പഠിക്കുക, അതിലെ കുറേ എക്സസൈസ് ചെയ്യുക, അതിൽ നിന്ന് PYQs വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ പാറ്റേൺ ഇങ്ങനെ ഒരു വർഷം കൊണ്ടുപോകാമെങ്കിൽ അവർക്ക് കിട്ടും. ഇതിപ്പോൾ ഇവരങ്ങനെയല്ല സാറേ, ഇവരിങ്ങനെ അവർ ക്ലാസ്സുകളൊന്നും പല കുട്ടികളും അത്ര കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കില്ല. അവർ ചുമ്മാ വെറുതെ അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യലാണ്. ഈ ക്വസ്റ്റ്യൻ വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റില്ല സാറേ. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഗോൾ അടിക്കണമെങ്കിൽ ആദ്യം ഫുട്ബോൾ ആ ഗോൾ പോസ്റ്റിന് അടുത്ത് കൊണ്ടുവരണം സാറേ, അല്ല ദൂരെ ഒന്നും ഗോൾ അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ പ്രോബ്ലത്തിന്റെ കോൺസെപ്റ്റ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പോയിന്റ് കൊണ്ടുവരണം. അപ്പോൾ ആ മിക്സ് ചെയ്യുന്നതിന് ഇതിന്റെ തോട്ട് പ്രോസസ്സിനെ നമ്മൾ ഒന്ന് എനർജറ്റിക് ആയിട്ട് എനർജൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് തീർച്ചയായിട്ടും ക്ലാസ് റൂം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 2 വർഷമോ 3 വർഷമോ കോഴ്സ് ചെയ്യുന്ന കുട്ടിക്ക് വേണമെങ്കിൽ ക്ലാസ്സുകൾ കേട്ട് പിന്നെ അവൻ്റേതായ ബുക്കുകളൊക്കെ വായിച്ച് നോളേജ് ലെവൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കി അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം ഉണ്ട് അവന്. പക്ഷെ ഒരു 7 മാസം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിക്ക് ക്ലാസ്സുകൾ ശ്രദ്ധിക്കാതിരുന്നാൽ ആ ക്ലാസ് ടൈം അവന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവനിത് പഠിക്കാൻ വേണ്ടി വീണ്ടും ഇവനൊന്നുകിൽ ആപ്പിലെ ക്ലാസ്സുകൾ കാണുകയോ അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുകയോ. ഈ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം സാർ, 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ ബോർഡ് എക്സാമിനേഷന് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാതെ നടന്നാലും 2 ദിവസം മുമ്പ്, ഇപ്പം സാറേ പണ്ട് നമ്മളൊക്കെ SLC എഴുതിയ സമയത്ത് 10ാം ക്ലാസ് എഴുതിയ സമയത്ത് ദിവസം 2 പരീക്ഷ. ഇപ്പം ഒരു പരീക്ഷയ്ക്കിടയ്ക്കാണ് 3 ദിവസം ഗ്യാപ്പാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവർ ചുമ്മാ അവിടെ ഇവിടെ നോക്കി ആ സമയത്ത് ഈ മാരത്തോണെന്നോ ലൈവത്തോണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് നടത്തുന്ന കുറേ സംഭവങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ചുമ്മാ കുട്ടികളെ പഠിക്കാൻ ഫോഴ്സ് ചെയ്യാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികളിലൂടെ പിറ്റന്നത്തേക്ക് മാർക്ക് എഴുതി ആ ഒരു രീതി, ആ തെറ്റായ രീതിയാണ്. ഒരിക്കലും ഒരു സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയല്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് അവർ എഴുതുമ്പോൾ എന്നാൽ അവർക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇവർ ആയിരിക്കുന്ന ക്ലാസ് ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ബുക്കുകൾ വായിച്ചങ്ങ് പോയാൽ കിട്ടുമെന്നാണ്. അതാണ് ഒരു ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്ന ഈ രീതിയിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനഫ് പ്രാക്ടീസ് ഇല്ലാതെയാണ് ഇവർ പരീക്ഷകൾ പലതും എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസുകൾ ഇല്ലാതെ പോകുമ്പോൾ അവർ വിചാരിക്കുന്ന ആ ലെവലിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് പറ്റില്ല.
ഇവർ മനസ്സിൽ 20 ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടാവും. സാറ് തന്നെ ആലോചിച്ച് നോക്കുക, സാറിപ്പോൾ ഒരു 10 കാര്യം ഒന്ന് തീർക്കണമെന്ന് പറഞ്ഞ് പോയാലും ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ സാറിന് 7 കാര്യങ്ങളെ തീരുള്ളൂ. അതങ്ങനെ പറ്റുള്ളൂ സാറേ, പ്രാക്ടിക്കലി അതങ്ങനെ നടക്കുകയുള്ളൂ. അപ്പോൾ അതും ഒരു പ്രശ്നമാണ് ഇവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവർ ഒഴിവാക്കാമെങ്കിൽ, അതായത് ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, അന്ന് പോയി അത് നോക്കുക, അത് റെഫറൻസ് മെറ്റീരിയലോ അങ്ങനെയുള്ള നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ നോക്കി അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പാത്തുകളുടെയൊക്കെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ സൈഡിൽ വരച്ചിടുക, പിന്നെ PYQs ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, അതൊക്കെ ഒന്ന് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പോയാൽ സാറേ ഇത് കറക്റ്റ് ട്രാക്കിലായിട്ട് പോകും. ഈ മെയിൻ കിട്ടാനായിട്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും. പലപ്പോഴും ഈ പലരും പല കാര്യങ്ങൾ പഠിച്ചാലും PYQ കാണാത്ത കുട്ടികളുണ്ട്. അവസാനം എക്സാം പോകുന്ന സമയത്ത് വരെ PYQ കാണാത്ത കുട്ടികൾ വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയം കിട്ടുന്ന അതിനനുസരിച്ച് PYQ നമുക്കറിയാം, PYQ തന്നെ എടുത്താൽ കുറേ അധികം PYQ പിന്നെ ഒരു ട്രബിളുള്ള സാറേ, ചിലപ്പം ഒരേ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ കാണും. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗോസസ് ലോ എന്ന് കുറേ ക്വസ്റ്റ്യൻ കാണും. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ചില ചാപ്റ്ററുകളുണ്ട്. അപ്പം ഇവർ വൈഡിലായിട്ട് വരുമ്പോൾ ചിലപ്പം എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. റെസണൻസ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റെസണൻസ് അല്ലെങ്കിൽ അതേപോലത്തെ മെറ്റീരിയലുകളാണ് എപ്പോഴും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവരെ മുന്നോട്ട് കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ്. പിന്നെ സാറേ വേറൊരു കാര്യം, അതെപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ്, സാറിപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മൾ ഇനിഷ്യലി പ്രയോറിറ്റി കൊടുക്കേണ്ടത് മെയിൻസിനാണോ അതോ അഡ്വാൻസിനാണോ എന്നുള്ളത്. അതൊരു വളരെ വലിയ ക്വസ്റ്റ്യനാണ്. അപ്പം അഡ്വാൻസിന് ജനുവരിക്ക് ശേഷം പ്രിപ്പയർ ചെയ്താൽ മതിയോ, അതോ നമ്മളിപ്പോൾ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്ത് പോയാൽ JEE മെയിൻ ഓട്ടോമാറ്റിക്കലി ഹൈ സ്കോറിലേക്ക് നമ്മൾ എത്തിക്കുമോ? JEE മെയിൻ ഒരു സ്പെഷ്യൽ അതിന് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണോ? സാറിന് അതിന് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പം എനിക്ക് തോന്നുന്ന സാറേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം JEE മെയിനും JEE അഡ്വാൻസിനും സിലബസ് സെയിം തന്നെയാണ്. പക്ഷെ JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. അപ്പോൾ നമുക്ക് ഒരു ചാപ്റ്ററിലെ ഐഡിയ അറിയാം, അപ്പോൾ അത് വെച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. പിന്നെ കുറേ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ പാറ്റേൺ വരാം. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമ്മൾ ആദ്യം തീർച്ചയായിട്ടും JEE മെയിൻ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് പഠിക്കുക. പിന്നെ നമ്മളിവിടെയൊക്കെ JEE അഡ്വാൻസിന്റെ എക്സാം ഒക്കെ നടത്താറുണ്ട് തീർച്ചയായിട്ടും. അപ്പം എല്ലാ ആഴ്ചയും ഉണ്ട്. അപ്പോൾ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ആ പാറ്റേണും അതിന്റെ കൂടുതൽ പഠിക്കുക. പിന്നെ JEE മെയിൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ JEE മെയിൻ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. ഒരു മോർ ദാൻ 99% 98% കിട്ടിയാൽ പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട. അപ്പം നമുക്ക് ഓൾറെഡി JEE അഡ്വാൻസ്ഡിന്റെ ബേസിക് തന്നെയാണ് നമ്മൾ JEE മെയിൻ ലെവലിൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ JEE അഡ്വാൻസ് ലെവലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂട്ടിയിട്ട് നമുക്ക് ആ JEE അഡ്വാൻസിന് പ്രിപ്പറേഷൻ നടത്താൻ പറ്റും. അപ്പം അങ്ങനെ പറയാൻ കാരണം ചിലർ ആദ്യം തന്നെ, ഇപ്പം നമുക്കറിയാം, നമ്മളൊരു കാര്യം പഠിക്കുമ്പം ഇപ്പം നമ്മൾ ചെറിയ സ്കൂളുകളിൽ തൊട്ട് പഠിച്ച കാര്യം ഓർത്താൽ, ഇപ്പം നമ്മൾ 1ഉം 2ഉം 3ഉം എന്താണെന്ന് ആദ്യം പഠിച്ചു, പിന്നെ 1+2 1+3 പഠിച്ചു, പിന്നെ 1×3 പഠിച്ചു, അതിനുശേഷമാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞതുപോലെ. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആവറേജ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് മിക്കവാറും JEE മെയിന് കൂടുതലും വരാൻ സാധ്യത. അപ്പം അതുകൊണ്ട് അതിനുശേഷം നമുക്ക് ലെവൽ കൂട്ടി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു സാറേ, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പ്രീവിയസ് നോളജ് കാണും. അപ്പം അവർ ഒരു JEE മെയിൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുന്നു, ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർക്ക് ഒരു 8 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, അവർക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ള അഡ്വാൻസറിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വീണ്ടും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിക്കുമ്പം, അത് റിപ്പീറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും നോർമൽ +1 +2 പഠിക്കുന്ന ആളാണെങ്കിലും, അപ്പോൾ നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ എന്തുവാണോ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ നടത്തണം. അത് ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരു എനിക്ക് കാരണം ഈ കഴിഞ്ഞ ദിവസം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടി വന്നിട്ട്, സാറേ ഞാൻ 8 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എനിക്ക് 1 മണിക്കൂറും കണ്ടെടുത്തെന്ന് പറഞ്ഞു. 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മണിക്കൂറോളം എടുത്തു. അപ്പം അത്രയും സമയം ഇരുന്നിട്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ആ 10 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യനെ കിട്ടുന്നുള്ളെങ്കിൽ നമുക്ക് അതിനർത്ഥം ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മളായിട്ടില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവലിൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ സാറേ എനിക്ക് തോന്നുന്നു നമുക്ക് എനിക്കൊന്ന് ചിലരുടെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇങ്ങനെ കിട്ടിയില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ സമയം കളയും. അപ്പം ഞാൻ പറഞ്ഞ അടുത്ത പോസിബിലിറ്റി, നമുക്ക് ആ ബുക്കിനകത്ത് ചിലപ്പോൾ സൊല്യൂഷൻ കാണും. ചിലപ്പോൾ നമുക്ക് സൊല്യൂഷൻ്റെ തുടക്കമായിരിക്കും, എങ്ങനെ തുടങ്ങുന്നതെന്നായിരിക്കും കിട്ടാതെ വരുന്നത്. അപ്പോൾ ആ തുടക്കം മനസ്സിലായാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ തുടക്കം മനസ്സിലായാൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് സമയം കുറച്ചുകൂടി ലാഭിക്കാം. അല്ലെങ്കിൽ പിന്നെ സാറേ നമുക്ക് ആ സൊല്യൂഷൻ പെട്ടെന്നൊന്ന് നോക്കുക, അപ്പം അതിനുശേഷം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക.
പിന്നെ എനിക്ക് തോന്നുന്നു സാറേ അതിന്റെ കൂടെ ഞാനിപ്പോൾ ഓർത്തപ്പോഴാണ് ചിലര് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു, നമുക്ക് ഇക്വേഷൻ എല്ലാം അറിയാം, അവ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആൻസർ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുള്ളൂ. കാരണം തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് പോലെ കംപ്ലീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എക്സാം കാലം ഇരിക്കുമ്പോൾ ഫൈനൽ ആൻസറിലേക്ക് വരാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ സാറിന് എന്തെങ്കിലും ഇതിനോടത്തിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ സാറേ ഒന്നുമില്ല. ഇതിലെന്ന് വെച്ചാല് ഇതില് സാറേ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ഇതാണ്. അതായത് നമുക്കിപ്പോൾ ഈ സമയത്തിന്റെ അഭാവം പല കുട്ടികളും പറയും. എനിക്കതൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നവംബർ പകുതി ആകുമ്പോൾ റിപ്പീറ്റഡ് ക്ലാസ് തീരും. അഡ്വാൻസ്ഡ് ഉള്ളത് മെയ് പകുതി കഴിഞ്ഞാണ്. അപ്പോൾ സാറ് ആലോചിച്ച് നോക്കുക, ഏകദേശം 6 മാസത്തോളം ഉണ്ട്. സാറ് കൂട്ടി നോക്കി അറിയാം. റെസിഡൻഷ്യൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ക്ലാസ് ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യമൊക്കെ തീരുന്നതാണ്. അപ്പോൾ സാറേ അവർക്ക് വീണ്ടും 3 മാസം കൂടെ കിട്ടുകയാണ്. അപ്പോൾ 8-9 മാസം കിട്ടുകയാണ്. ഈ 8-9 മാസം കൊണ്ട് ഇവർക്ക് അഡ്വാൻസിന് കറക്റ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. കാരണം സമയമില്ല എന്നുള്ളത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. അവസാനം പറയുന്നതാണ് സമയം കിട്ടിയില്ല, എന്തിനാ ഇത്രയും 8-9 മാസം കിട്ടില്ല. ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പല കുട്ടികളും ചുമ്മാ റിലാക്സ് ചെയ്തൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ സമയമില്ലായ്മ ഇവിടെ ഒരു പ്രശ്നം വരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സാറ് പറഞ്ഞതുപോലെ ജെയ് മെയിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ ഈ സിവിൽ സർവീസ് എഴുതുന്ന ആൾക്കാരുടെയൊക്കെ ഇന്റർവ്യൂകളൊക്കെ കാണാറുണ്ട്. അവർ പറയുന്നത് അവർ ആദ്യം ആ പ്രിലിംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണെന്ന് പറയുക, പ്രിലിംസ് ഒരു എലിമിനേഷൻ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞാലേ മെയിനിലോട്ട് പോകത്തുള്ളൂ. അപ്പം പല കുട്ടികളും പറയും മെയിൻ ആദ്യമേ അങ്ങ് പ്രിപ്പയർ ചെയ്താൽ പ്രിലിംസ് അതിൻ്റെ കൂടുതൽ. അങ്ങനെ പോയില്ല സാറേ. പ്രിലിംസിന് ഒരു പ്രത്യേക പ്രിപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രിലിംസിന്റെ ആവശ്യമില്ലല്ലോ. അപ്പം പ്രിലിംസ് ഒരു പ്രത്യേക രീതിയാണ്. അപ്പം അതിന് നമ്മൾ ആ ഒരു കട്ട് ഓഫ് കഴിഞ്ഞ് മുകളിലോട്ട് കയറണം. അതുപോലെ സാറേ ജെയ് മെയിൻ എന്ന് പറയുന്നത് വേറൊരു എക്സാമിനേഷനാണ്. സാറേ ആലോചിച്ച് നോക്ക്, എല്ലാം അഡ്വാൻസ്ഡ് മതിയായെങ്കിൽ ജെയ് മെയിൻ പരീക്ഷ നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ ജെയ് മെയിൻ പരീക്ഷ നടത്തുന്നതിൻ്റെ ഉദ്ദേശം അതും അഡ്വാൻസ്ഡുമായ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ജെയ് മെയിൻ സാറേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇതാണ്. ഇപ്പം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നു, ജെയ് മെയിന് വേണ്ടി കുറേ ടോപ്പിക്സ് നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. റിജിഡ് ബോഡി നമ്മൾ പഠിക്കുന്നു, അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. വർക്ക് എനർജി നമ്മൾ പഠിക്കുന്നു, അതിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഓസിലേഷൻ പഠിക്കുന്നു, ഇത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. ഇത് 4 ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ജെയ് മെയിൻ ഈ 4 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അതെല്ലാം നമ്മൾ ആൻസർ ചെയ്യും. അഡ്വാൻസിൽ സാറേ ഇത് 4 കൂടെ മിക്സ് ആവുന്നേ ഉള്ളൂ. അതായത് ജെയ് മെയിനിൽ ഈ 4 ചാപ്റ്ററുകൾ അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മിക്സ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ജെയ് മെയിൻ കഴിഞ്ഞിട്ട് അവർ അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഓസിലേഷനും റിജിഡ് ബോഡിയും ലോസ് ഓഫ് മോഷനും ഓസിലേഷനും കൂടെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നു. ഇതിൽ ഒരു ചാപ്റ്റർ അവർക്ക് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ മിസ്സാണ് സാറേ. അത് അത്രേ ഉള്ളൂ ഇതിൽ. അതായത് ജെയ് മെയിൻ നന്നായിട്ട് പഠിച്ച് കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കിയാൽ പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റേഴ്സിന് അറൗണ്ട് 6 മാസം കിട്ടുന്നുണ്ട്, മറ്റവർക്ക് 8 മാസം കിട്ടുന്നുണ്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യുന്നവർക്ക്. സാറേ ആ സമയം കൊണ്ട് ഇത് മിക്സ് ചെയ്യാൻ പഠിച്ചാൽ സാറേ. മിക്സ് ചെയ്യാൻ പഠിക്കാൻ പുതിയ കോൺസെപ്റ്റ് ഒന്നും പഠിക്കണ്ട, പ്രാക്ടീസ് മാത്രം മതി. നമ്മളാണെങ്കിൽ ഡെയിലി പരീക്ഷ ഇടുന്ന അല്ലെങ്കിൽ 2 ദിവസത്തിലേക്ക് പരീക്ഷ ഇടുന്നതാണ്. ഈ പരീക്ഷകളും അതിൻ്റെ ഡിസ്കഷനും പിന്നെ നമ്മൾ അല്ലാതെ കൊടുക്കുന്ന എക്സ്ട്രാ ഇത് PYQs എന്തുമാത്രം ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറിയിലുമായിട്ടൊക്കെ ഇതൊക്കെ എടുത്ത് സാറേ മിക്സ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്താൽ മാത്രം മതി. ഇവർ ഓൺ ടാർജറ്റ് ആണ്. അല്ലാതെ ഇവർ ആദ്യമേ സാറേ ഞാനിപ്പോഴും മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ അതായത് സാർ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് എടുത്ത് തുടങ്ങുന്നത്. അത് സാധാരണ നമ്മൾ ഏപ്രിൽ മാസത്തിലൊക്കെയാണ് എടുക്കുന്നത്. ഇനി ആ ഏപ്രിൽ കഴിഞ്ഞ് അടുത്ത ഏപ്രിൽ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഏപ്രിലും കഴിഞ്ഞിട്ട് മെയിലാണ് ജെയ് അഡ്വാൻസ്ഡ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ 2-2.5 വർഷം മുമ്പ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എടുക്കുന്ന സമയത്ത് IIT ലെവലിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്ത് പരീക്ഷയൊക്കെ നടത്തുന്നത് കൊണ്ട് അതുകൊണ്ട് എത്രത്തോളം പ്രാക്ടിക്കലി പ്രയോജനമുണ്ട് സാറേ. അപ്പം അങ്ങനെയല്ല, നമ്മളിതിലേക്ക് ഇവരെ എത്തിക്കുകയാണ് വേണ്ടത് സാറേ. അതായത് 10ാം ക്ലാസ്സിൽ നിന്ന് ഈ +1ലേക്കും ആ +1 നിന്ന് ജെയ് മെയിനിലേക്ക് പിന്നെ ജെയ് മെയിനിൽ നിന്ന് ജെയ് അഡ്വാൻസിലേക്ക് ഒരു ട്രാൻസ്ഫറിങ് ഇങ്ങനെയുണ്ട് സാറേ. നമ്മൾ ഈ 10ൽ നിന്ന് ഇങ്ങനെ കയറി ജെയ് അഡ്വാൻസിലോട്ട് പോകാൻ പറ്റില്ല, അത് ഇങ്ങനെ പോകത്തുള്ളൂ സാറേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിഷ്യലി പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും എന്താണ് ഈ ഒരു ട്രാൻസ്ഫറിങ് പോയിന്റിലൂടെ കയറി അഡ്വാൻസിലേക്ക് എത്തിക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് സാറേ നമ്മൾ ഇനിഷ്യലി അങ്ങനെ ഒരുപാട് ടഫർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊന്നുമല്ല. നമുക്ക് ആ ഒരു അല്ല എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഇനിഷ്യലി കുറേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ MBBSന് ചേർന്ന പിറ്റുന്ന അയാൾ കത്തിയം കൊടുത്തിട്ട് സർജറി ചെയ്യാൻ പറയാറില്ല സാറേ. അപ്പോൾ അത് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ വരുന്നതാണ്. ഇവിടെ ആ ഒരു എക്സ്പീരിയൻസ് ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ റിപ്പീറ്റേഴ്സ് സാറ് പറഞ്ഞാൽ 2 വർഷമൊക്കെ പഠിച്ച് കുറേ പരിചയമായതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ. പക്ഷേ ഈ പുതുതായിട്ട് ബിഗിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ എപ്പോഴും സാറേ ആദ്യമേ തന്നെ കയറി വലിയ വലിയ കാര്യങ്ങൾ പിടിക്കാതെ അതിന് ട്രാൻസ്ഫോർമിംഗ് പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിയുമ്പോൾ അവർ അതിലേക്ക് എത്തിക്കും. നമ്മൾ പെട്ടെന്ന് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞത് വളരെ ക്ലിയറാണ്.
ആ കാര്യം കുട്ടികൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും അവർ അതാണ് പ്രശ്നം. ഫൈനലി കിട്ടാൻ. അതാണ് പ്രശ്നം. കാരണം ഇപ്പോൾ സാറേ ഞാൻ കാണുന്ന ചില കാഴ്ചകളൊക്കെ ഞാൻ നേരിട്ട് കാണുന്നതാണ്. അതായത് പല കുട്ടികളും ഈ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്സുകളൊക്കെ ആദ്യമേ ഇങ്ങനെ പറയില്ലേ, എന്നിട്ട് ഈ സെക്കൻഡ് ഇയറിൽ കഴിഞ്ഞിട്ട് അവർ ആ JEE പരീക്ഷ ആവാറാവുന്ന സമയത്ത് ഇവർ പല ബുക്കുകളും എടുത്ത് ഇവർക്കിതൊന്നും ഓർമ്മയില്ല, ഇവർ റിവിഷൻ നടത്തുന്നില്ല. ഇവർ ആദ്യമേ തന്നെ 2 വർഷം മുമ്പ് പഠിച്ച് കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ കളഞ്ഞ കുറേ ആ സമയത്ത് അവർ കുറേ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ കിട്ടി. ഈ സാറേ ഇത് 2.5 വർഷം കഴിഞ്ഞുള്ളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ടേ? അപ്പോൾ എന്നാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലാതെ സാറിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ പഠിപ്പിക്കാൻ കയറി, അല്ലെങ്കിൽ സാറിന്നിപ്പം മോഷനെ പ്ലെയിൻ പഠിപ്പിക്കാൻ കയറി. 2 വർഷം കഴിഞ്ഞുള്ള പരീക്ഷ എഴുതാൻ വേണ്ടിയാണ് ഈ പ്രിപ്പറേഷൻ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നതുകൊണ്ടല്ല, അത് വാങ്ങിയാൽ മാത്രം പോരാ, അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യാൻ വേണം. അപ്പോൾ ഒരു 2 മാസത്തിലേക്കെങ്കിലും ഇവിടെ റിവിഷൻ കുട്ടികൾ ചെയ്യണം. കുട്ടികൾ ചെയ്താൽ മാത്രമേ അവർക്ക് മറ്റേത് ഈ പറയുന്ന പ്രശ്നം ഇതാണ് സാറേ. അതായത് പരീക്ഷ JEE വരുന്ന സമയത്ത് ജനുവരിയിലാവുമ്പോൾ ഇവർക്ക് സെക്കൻഡ് ഇയറിലെ മിക്ക ടോപ്പിക്കുകളും ക്ലിയർ ആയിരിക്കും. ഫസ്റ്റ് ഇയറിലെ കുറേ ടോപ്പിക്കൊക്കെ അവർ മറന്നു പോവുകയോ അല്ലെങ്കിൽ ക്ലാരിറ്റി അവർക്ക് കുറച്ച് കുറഞ്ഞു ചെയ്തിരിക്കും. അപ്പോൾ അത് ആ ഒരു റിവിഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ടൈം അറിയണം, ആ ടൈം ഏത് ടൈമിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സാറേ നമ്മൾ റിവിഷൻ നടത്തിയാൽ ഇപ്പം നമ്മൾ 1 ഡയമെൻഷൻ പഠിച്ചു, 2 ഡയമെൻഷൻ പഠിച്ചു, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ പഠിച്ചു. ഇപ്പോൾ ഈ വർക്ക് എനർജി പവർ പഠിച്ച് കഴിയുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് വേറൊരു വിധത്തിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഗ്രാവിറ്റേഷൻ പഠിക്കുമ്പോൾ നമ്മൾ വർക്ക് എനർജി പവറിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ റിവിഷൻ നടത്തുന്ന കൂട്ടത്തിൽ എന്തോടെ പഠിക്കും, വർക്ക് എനർജി പവർ. തീർച്ചയായിട്ടും. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പം എനിക്ക് തോന്നുന്നു ഗ്രാവിറ്റേഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ പഠിച്ചു, അതിനുശേഷം ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു. ഇത് പഠിക്കുമ്പോൾ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ കണക്റ്റഡ് ക്വസ്റ്റ്യൻ വന്നാലും ചിലപ്പം നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെയ്യും. സാർ അതാണ് ആ ഒരു നോളജ് ലെവൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ പറയും നിങ്ങളിത് ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ അവിടെ ക്യാപിറ്റൽ G ഇട്ടെടുത്ത് ഇവിടെ 1/4πε0 ഇടുക, അവിടെ M ഇട്ടെടുത്ത് ഇവിടെ Q ഇടുക, പിന്നെ അവിടെ ഒരു മൈനസ് കാണും, അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. ഇവിടെ മൈനസും പ്ലസും വരാം, കാരണം അട്രാക്ഷൻ റിപ്പൽഷൻ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ സൈൻ ഇടണ്ട. ഇത്രയും കാര്യമാകുമ്പോൾ ഇക്വേഷൻ കൺവേർട്ട് ആയി സാറേ. മാഗ്നറ്റിസം വരുമ്പോൾ എന്താണ്, 1/4πε0 വന്നിടത്ത് μ0/4π വരും. പിന്നെ ചാർജ് വരുന്നിടത്ത് മറ്റേ പോൾ സ്ട്രെങ്ത് വരും. അപ്പോൾ ഈ രീതിയിലുള്ള കൺവേർഷൻ അത് സാറേ നമ്മൾ പറയുമ്പോഴല്ല, അത് ഈ കുട്ടികൾ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും അത് അവർക്കത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. അപ്പം ഈ ഒരു ബോധം, ഒരു കോൺഷ്യസ്നെസ് വേണം എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ച്. അതാണ് ഇവരെ ഫൈനലി പരീക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ടോപ്പിക്കുകൾ കണക്ട് ചെയ്ത്, അപ്പം നമ്മൾ ഈ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുകയും അവസാനം അതിനെ കണക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് സാർ എപ്പോഴും കണക്ഷൻ എന്ന് പറയുന്ന ലാസ്റ്റിലെ ശരിയാവുള്ളൂ. നമ്മൾ ഇടയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല സാറേ. ഒരു എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്ത് ആ പെർഫെക്റ്റ് ഫിഗർ വരുന്ന ലാസ്റ്റ് കണക്ഷൻ. അത് നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ തന്നെ കണ്ടിട്ടില്ല, ആദ്യമൊക്കെ വീട് കണ്ടാൽ ഈ വീട്ടിലാണോ നമ്മൾ വെക്കുന്നത്, ഇതാണോ പ്ലാൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ് ആകുമ്പോൾ പെർഫെക്റ്റ് ആണല്ലോ. അതാണ് സാറേ ആ ഒരു ടോപ്പിക്കുകളുടെ കംപ്ലീഷൻ എന്ന് പറയുന്നത്. എല്ലാം കൂടെ കവർ ചെയ്താണ് ഫൈനൽ പരീക്ഷ വരുന്നത്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻട്രൻസിന് വേണമെങ്കിൽ അവർക്ക് +2 വെച്ച് മാത്രം എൻട്രൻസ് നടത്താം. അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? കാരണം +1ഉം +2ഉം കൂടെ കണക്ട് ചെയ്താണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇവർ ആ ഒരു രീതിയിലൊരു ബോധം ക്രിയേറ്റ് ചെയ്ത് വന്നാൽ കൃത്യമായിട്ട് അവർക്ക് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം. സാറേ അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ഈ വീക്ക്ലി പരീക്ഷകൾ വരുമ്പോൾ ചിലർക്ക് കുറച്ച് മാർക്കൊക്കെ കുറവാണ് വരുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ചില ആഴ്ച പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും, അടുത്ത ആഴ്ച അതുകൊണ്ട് നേരെ താഴേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇവർ ഈ പരീക്ഷകളിൽ ഇങ്ങനെ റിസൾട്ട് കയറി ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ ഒരു കൺസിസ്റ്റൻസിയിൽ അവർക്കൊരു വിശ്വാസക്കുറവുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ടോപ്പ് മേടിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് കുറച്ച് മാർക്ക് വരുന്നെങ്കിൽ നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്ന വേറൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ വേറൊരു കുട്ടിക്ക് ടോപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് ഇതിനെക്കുറിച്ച്, അതായത് ടോപ്പ് വാങ്ങുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് അത് വാങ്ങാനും, കുറച്ച് താഴേക്ക് നിൽക്കുന്ന കുട്ടികൾ ടോപ്പിലേക്ക് എത്താനും ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടും കൂടെ കോമൺ ആയിട്ട് സാറിന് എന്ത് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും? ഇതൊരു പ്രശ്നമുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പം നമ്മൾ ടോപ്പിലുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നു, അപ്പോൾ നമ്മൾ ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ടോപ്പിൽ വരണമെന്ന് പറയുന്നത്, അപ്പം ഓട്ടോമാറ്റിക്കലി ടോപ്പിൽ വരുന്ന കുട്ടികൾ താഴോട്ട് പോകും. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു കുഴപ്പിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്നാലും എനിക്ക് തോന്നുന്നു, ഇപ്പം നമ്മളെ എക്സാമിന് മാർക്ക് കൂടിയ ആൾക്കാർ തീർച്ചയായിട്ടും ടോപ്പിൽ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുറച്ച് മാർക്ക് കുറഞ്ഞ ആൾക്കാർ ചെയ്യേണ്ടത് സാറ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നു, അപ്പോൾ എക്സാം എഴുതുന്നു, ഇപ്പം മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും.
അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ വർക്ക് എനർജി പവർ പിടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ അതിനും മാർക്ക് കുറവായിരിക്കും. പക്ഷെ നമ്മൾ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ചിലപ്പോൾ ലോസ് ഓഫ് മോഷൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പം അപ്പം അതിൽ ചിലപ്പം ഈ വർക്ക് എനർജി പവറിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ ഈ എല്ലാ ഐഡിയാസും കൂടെ ഒരു കൂട്ടിച്ചേർത്ത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എല്ലാ ചാപ്റ്ററുകളും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം എക്സാമിന് മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫൈനലി എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ആ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്താം. ഇപ്പം ചിലപ്പോൾ നമ്മൾ ശരിയെന്ന് വിചാരിച്ച ഒരു കാര്യം തെറ്റായിരിക്കും. ഇപ്പം നമ്മൾ ചിലപ്പം എക്സാം ഹാളിലിരിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് പോലും ചിലപ്പം കിട്ടാതൊക്കെ വരാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർക്ക് കുറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ടെൻഷൻ അടിക്കാതെ കണ്ടിന്യൂസ്ലി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് കുറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്ന് വിചാരിക്കരുത്. വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നാലേ നമുക്ക് റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ അടുത്ത ചാപ്റ്ററിന് വീണ്ടും എക്സാം കുറയാം, മാർക്ക് കുറയാം, അടുത്ത എക്സാമിന് വീണ്ടും ചിലപ്പോൾ കൂടാൻ ചിലപ്പോൾ കുറയാം. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ ഒരു തെറ്റ് വരുത്തിയാലേ ആ തെറ്റ് അടുത്ത എക്സാമിന് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ തെറ്റുകളൊന്നും വരുത്താതെ പോയാൽ ചിലപ്പോൾ നമ്മൾ ഫൈനൽ എക്സാമിനായിരിക്കും വലിയ മണ്ടത്തരം കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾ നമുക്ക് കോമൺ ആണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണ്ടേ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ച് തീരുന്നതിന് മുൻപായിരിക്കും മിക്കവാറും എക്സാം വരുന്നത്. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ എക്സാമുകൾക്ക് മാർക്ക് കുറയുന്നത്. കാരണം നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചു, ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വർക്ക് എനർജി പവറിൻ്റെ ക്ലാസ് വരുന്നു. അപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സാമിന് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ്. നമ്മൾ കുറേ സമയമെടുത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആദ്യ എക്സാമുകളിൽ ചെയ്യാൻ പറ്റണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ നമുക്കറിയാം ചിലപ്പം എക്സാമിൻ്റെ മാർക്ക് നോക്കുമ്പോൾ ചിലപ്പം ഡിഫിക്കൽട്ട് എക്സാം ആണെങ്കിൽ മാർക്ക് ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. കാരണം നമ്മൾ ടോപ്പിൽ വരുന്ന ആൾക്ക് മാർക്ക് കുറവായിരിക്കും, അത്രേ കാണത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് പഠിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മളിവിടെ അല്ല നമ്മൾ വേറൊരു ഫീൽഡിൽ ചെന്നാലും അപ്പോൾ നമ്മുടെ പെർഫോമൻസ് മോശമാകുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അത് നമ്മൾ ആലോചിച്ച് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ആ ക്ലാസ്സിൽ കേൾക്കുന്ന സമയത്ത് തന്നെ ഐഡിയ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് വീട്ടിൽ പോയിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ സാറ് പറഞ്ഞാൽ ടോപ്പിൽ വരുന്ന കുട്ടികളുടെ ഒരു പ്രശ്നം, അപ്പോൾ അവർ കുറേ നാളുകൾ എക്സാം എഴുതി ടോപ്പിൽ വന്നതുകൊണ്ട് അവർ ചിലപ്പം എന്ത് ചെയ്യാം, എനിക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് അവരത് ഒഴിവാക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാർ എനിക്ക് തോന്നി എല്ലാവർക്കും ഒരേ ലെവലിലുള്ള മാർക്ക് കിട്ടിയാൽ ഇപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ എക്സാമിന് നമ്പർ ഓഫ് മോർ ദാൻ 99% 98% തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരിക്കലും നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. സാറേ 99% എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ ലെവൽ ഒരു 14,000 കുട്ടികൾക്കേ ഉള്ളൂ. അപ്പോൾ ഈ മാർക്കിലല്ല, ആ 14,000-നകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ 99% എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കോർ ബെറ്റർ ആക്കിയാൽ സാറേ ഇപ്പം നമുക്കിപ്പോൾ ഒരു 500 പേര് കേരളത്തിൽ 99% സ്കോർ ചെയ്യുന്നെങ്കിൽ 14,000-ൽ നിന്ന് 500 പേരെ വരുന്നുള്ളൂ. അപ്പോൾ അറൗണ്ട് 3 to 4% സ്കോർ ബെറ്റർ ആക്കിയാൽ ചിലപ്പോൾ ഈ 14,000-ൽ നിന്ന് 1000 പേര് മലയാളികളാവാം. അങ്ങനെ അതിനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അതിനുള്ള കാലിബറുള്ള കുട്ടികളുണ്ട്, അതിനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചാലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സാർ ഈ പരീക്ഷകൾ വരുന്ന സമയത്ത് ഞാൻ അവരോട് പറയും, ഇപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ IIT അഡ്വാൻസ് എനിക്ക് വന്ന് ഇപ്പോൾ 14 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ആഴ്ചയും പോകുന്നത്. ഈ 14 ക്വസ്റ്റ്യൻസിനകത്ത് ഈ 14 ക്വസ്റ്റ്യൻ ഒന്നും ആരും ചെയ്യില്ല സാറേ. ഈ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ആൾ പോലും ഫുള്ളൊന്നും അടിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ 14 ക്വസ്റ്റ്യൻ ഞാൻ അവരോട് പറയും, നിങ്ങളൊരു 6-7 ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. അത് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ചെയ്യുക. നമ്മളല്ലാതെ 14 പിടിക്കാൻ നോക്കണ്ട. 1 മണിക്കൂർ അല്ലെങ്കിൽ അത്രയും സമയം ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 40 മിനിറ്റൊക്കെയാണ് കിട്ടുന്നത്. 40 മിനിറ്റ് കൊണ്ടൊരു 6 ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അറൗണ്ട് 6 to 7 മിനിറ്റ് കിട്ടുന്നുണ്ട് സാറേ. അപ്പോൾ അതിനകത്ത് എല്ലാ ലെവലിലും ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടാവും, ഹാർഡ് ഇടുന്നുണ്ടാവും, ഈസി ഇടുന്നുണ്ടാവും. അപ്പോൾ ആ ഈസി ക്വസ്റ്റ്യനൊക്കെ കണ്ടുപിടിച്ച് ചെയ്താൽ അവർക്ക് അത്യാവശ്യം സ്കോർ കിട്ടും. ഈ കുട്ടികൾക്ക് വീട്ടിലൊക്കെ പറഞ്ഞു നിൽക്കണം കേട്ടോ, അതൊരു വലിയ ഇതാണ്. കാരണം പാരൻസ് എന്താ മാർക്ക് കിട്ടാത്ത ആ ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ അതാണ് അവർ പറയുന്നത് മെയിനായിട്ട്. അപ്പോൾ അവർക്ക് ഒരു 6-7 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും സാറേ. ബാക്കി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടല്ലോ. എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കണം. കാരണം നമ്മൾ JEE മെയിൻ എഴുതുന്നു,
ചിലപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് ചിലപ്പോൾ ഫിസിക്സ് ടഫായിരിക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി ടഫായിരിക്കും. അപ്പോൾ ഫിസിക്സ് ടഫാണെങ്കിൽ എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും അവർ ബാലൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്സ് ടഫാണെങ്കിൽ ആ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് തൽക്കാലം ആദ്യം ചെയ്യുമ്പോൾ മാറ്റി വെക്കുക. പിന്നെ ബാക്കി കെമിസ്ട്രിയും മാത്സും ചിലപ്പോൾ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആവറേജ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ സാറേ വേറെ കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു പരീക്ഷ നടത്തുമ്പോഴേ നമുക്ക് അറിയാം, ഫൈനൽ പരീക്ഷയ്ക്കെല്ലാം നമുക്കറിയണം. അതുവരെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഒന്നും നമുക്ക് അറിയരുത്. അങ്ങനെ ആകുമ്പോൾ സാറേ ആ ക്വസ്റ്റ്യൻസ് പുതുതായിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പം ഞാൻ ഇപ്പോൾ പല ഈ കൊച്ചു കുട്ടികളൊക്കെ ഇല്ലേ, നഴ്സറി സ്കൂളിലൊക്കെ LKG പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയുടെ തലേ ദിവസം അവർ ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കും. അപ്പം എൻ്റെ മോളൊക്കെ ഞാൻ കാണാറുണ്ട്, വന്നിട്ട് അത് തന്നെയാണ് പിറ്റേന്ന് ചോദിക്കുന്നത്. അപ്പം അതൊരു പെർഫോമൻസ് അല്ല, അത് കൊച്ചു കുട്ടികളാണ്. അപ്പോൾ അവർക്കത് മാർക്ക് വാങ്ങുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാനിപ്പം 2 ക്വസ്റ്റ്യൻ എൻ്റെ മുമ്പിലുണ്ട്. ഒന്ന് എനിക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു, ഇത് കുട്ടികൾ ചെയ്യും. മറ്റൊന്ന് എൻ്റെ മുമ്പിലുണ്ട്, അത് കുട്ടികൾ എല്ലാവരും ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പേഴ്സണലി ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ സാറേ പരീക്ഷയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അത് അറിയാവുന്നവർ ചെയ്യട്ടെ, അറിയാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ അവരിലേക്ക് ഇത് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലേ. അപ്പോൾ സാറേ അതുകൊണ്ട് പരീക്ഷകൾ ഹാർഡ് ആവുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ അതിനെ മെന്റലി അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ സാറേ ഈ ഇപ്പോൾ വേൾഡ് കപ്പിന് നടന്ന സമയത്ത് സ്പെയിൻ ഇങ്ങനെ ഓരോ ലാസ്റ്റിലാണ് ഗോൾ അടിക്കുന്നത് അല്ലേ, ആ ഒരു രീതിയാണ്. അപ്പം അവരതിനെ മറ്റുള്ളവരെ തകർത്ത് നിർത്തി അവരെ മെന്റലി തീരെ അങ്ങ് ഡിപ്രസ് ചെയ്തിട്ടാണ് ജയിച്ചു പോകുന്നത്. അപ്പം ഇതൊരു ഇതാണ് സാർ, അതെപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ആ ഡിഫിക്കൽട്ട് പീരീഡിലൂടെ പോയാണ് നമ്മൾ വിക്ടറിയിൽ ശരിക്കും എത്തുന്നത്. നമ്മൾ ആദ്യമേ തന്നെ സാറ് കണ്ടില്ലേ, ചില ടീമുകളൊക്കെ ആദ്യമേ തന്നെ 6-7 ഗോളൊക്കെ അടിച്ച് ജയിച്ച ടീമുകളെല്ലാം സെക്കൻഡ് റൗണ്ടിൽ 3rd റൗണ്ടിൽ പുറത്താവുകയാണ്. അപ്പോൾ സാറേ ഇങ്ങനെ ഡിഫിക്കൽട്ട് പീരീഡിലൂടെ ഞാൻ ഏതായാലും ഡിഫിക്കൽട്ട് ലെവലിലൂടെയാണ് പോകുന്നത്. ആ ഡിഫിക്കൽട്ടിയെ സാറേ നമ്മൾ ആ ഫൈനലി നല്ല റിസൾട്ട് കൊണ്ട് എത്തിക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞതുപോലെ എക്സാം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏത് സ്ഥലത്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈമുകളിൽ കൂടെ കടന്നു പോയാലേ നമുക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് വിചാരിക്കണം, നമ്മളാ ടഫസ്റ്റ് ആയിട്ടുള്ള പീരീഡിൽ കൂടെ ഇപ്പോൾ കടന്നു പോകുന്നെങ്കിൽ വേണമെങ്കിൽ വിചാരിക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പം നമുക്ക് എക്സാമിന് മാത്രമല്ല, ഇതിന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളോട് പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മുടെ ജീവിതത്തിൽ മൊത്തം ഇപ്പം നമ്മൾ ഒരു 70-75 വയസ്സ് വരെ മാക്സിമം ജീവിക്കുമെങ്കിൽ നമ്മുടെ ആ ജീവിതത്തിൽ ഒരു 4-5 തവണ മാത്രമേ ഒരു വളരെ ഹാർഡ് സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തുള്ളൂ. ബാക്കിയൊക്കെ ഒരു സാധാരണ രീതിയിൽ പോകുന്നതാണ്. ഇവരിപ്പോൾ 16-17 വയസ്സുള്ള കുട്ടികളാണ് ഈ റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ വന്നിരിക്കുന്നത്. ഈ 16 വർഷം ഇവർ അത്ര ജീവിതത്തിൽ വലിയ ഹാർഡ്നെസ് ഒന്നും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല മെജോറിറ്റി ആൾക്കാർ. അപ്പോൾ ആദ്യമായിട്ടൊരു ഹാർഡ്നെസ് വരുന്നു, അതിനെ വളരെ ചലഞ്ച്ഫുൾ ആയിട്ട് നമ്മൾ നേടുകയാണ് വേണ്ടത്. എന്നിട്ട് അതിൽ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകും. പിന്നെ സാറേ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടിയാൽ വീണ്ടും നമ്മുടെ ലൈഫ് കുറേ കാലം കൂടെ നല്ല രീതിയിൽ പോവുകയാണ്. പിന്നെ ചിലപ്പോൾ ഇവരൊരു ജോലിക്ക് കയറുമ്പോഴൊക്കെ കുറച്ച് ഹാർഡ് പീരീഡ് ഒക്കെ ഒരു വർഷം വന്നിരിക്കും. അങ്ങനെ ജീവിതത്തിൽ ഒരു 4-5 ഹാർഡ് പീരീഡ് ഒരു മനുഷ്യൻ നോർമലി ഉണ്ടാവുള്ളൂ സാറേ. പിന്നെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ടുള്ള അത് പിന്നെ എന്താ നമുക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡിഫിക്കൽട്ട് പീരീഡ് ആയിട്ട് കണ്ട് അതിനെ എൻജോയ് ചെയ്യാണ് വേണ്ടത്. ഞാൻ വളരെ ഡിഫിക്കൽട്ട് പീരീഡിലാണ്, പക്ഷേ ഐ എം എൻജോയിങ് ഇറ്റ്. ആ ഒരു ത്രിൽ എനിക്കുണ്ട് എന്ന് പറയുന്നതിൽ അതിലൊരു രസമുണ്ട്. അപ്പോൾ ആ രസം ഇവര് എൻജോയ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ശരിക്കും ചാമ്പ്യൻസ് ആയിട്ട് പുറത്തു വരാൻ പറ്റുന്നത്. അല്ല നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ സാറേ അത് ഒരിക്കൽ ഒളിച്ചോടിയാൽ എന്നും ഒളിച്ചോടിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. സാർ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത കാര്യം, ഈ കുട്ടികൾ എക്സാം എഴുതുമ്പോൾ അവർക്ക് ടെൻഷൻ ഒന്നുമില്ല. അപ്പൊ അവർക്ക് മാർക്ക് കൂടിയാലും മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല. തീരെ ചെറിയ കുട്ടികൾ. ചെറിയ കുട്ടികൾ അപ്പൊ വേണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യാം. പഠിക്കുന്ന സമയത്തും എക്സാം എഴുതുന്ന സമയത്തും വളരെ കൂളായിട്ട് പോയി എക്സാം എഴുതാൻ ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും പലരും സമയം കളയുന്ന എന്ത് വിചാരിച്ചിട്ടാന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ, എനിക്ക് എക്സാമിന് മാർക്ക് കുറയുമോ, അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ച് വളരെ സമയം കളയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ആ ടെൻഷൻ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഒരു എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ അടുത്ത എക്സാമിന് പ്രിപ്പറേഷൻ നടത്താൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാം. ഇപ്പം പലപ്പോഴും പലരും ചില കുട്ടികൾ പറയാറുണ്ട്, സാറേ ഇടയ്ക്ക് മോട്ടിവേഷൻ വേണം, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇടയ്ക്ക് മോട്ടിവേഷൻ തരണം. അപ്പം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം അത് എത്രമാത്രം പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആണെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ പൊതുവെ സ്വീകരിച്ചിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടിവേഷൻ. അപ്പം നമുക്ക് ഒരിക്കലും എല്ലായ്പ്പോഴും ആരെങ്കിലും നമ്മുടെ കൂടെ വന്ന് എപ്പോഴും മോട്ടിവേഷൻ തരണമെന്നൊന്നുമില്ല. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു തരാൻ പറ്റും. എക്സാമിന് ഇങ്ങനെ പഠിക്കണം, അപ്പം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം. പക്ഷേ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു എക്സാമിന് മാർക്ക് കുറവാണെങ്കിൽ പലപ്പോഴും അടുത്ത എക്സാമിന് മാർക്ക് കുറയാനുള്ള ഒരു റീസൺ ഞാൻ കഴിഞ്ഞ എക്സാമിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് അടുത്ത എക്സാമിന് പ്രിപ്പറേഷനുള്ള സമയം നശിപ്പിച്ചത് കൊണ്ടാണ്.
അപ്പോൾ അതുകൊണ്ട് ടൈം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പം എക്സാമിന് എഴുതി ഒരു ദിവസം, ഇന്ന് ഞാൻ എക്സാം എഴുതിയെങ്കിൽ ഇന്ന് എൻ്റെ മാർക്ക് കുറഞ്ഞെങ്കിൽ ഇന്നത്തേന് മാത്രം അത് ആ ടെൻഷൻ നിർത്താൻ ശ്രമിക്കുക. അടുത്ത ദിവസം ഞാൻ പുതിയൊരു ആളായിട്ട് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തി, എന്നാലേ നമുക്ക് സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തീർച്ചയായും സാറേ. കാരണം പരീക്ഷകളിൽ ഇപ്പം നമുക്ക് അഡ്വാൻസ് പരീക്ഷ എഴുതി പാസ്സാവാനായിട്ട് നമുക്കൊരു 60% ആണെങ്കിൽ വളരെ ഉയർന്ന റാങ്കാണ് കിട്ടുന്നത്. 60% സാറേ നമ്മൾ ജനറലി നോക്കിയാൽ, സമയം തന്നെ നോക്കിയാൽ നമുക്ക് ഒരു 16 ക്വസ്റ്റ്യനൊക്കെ ഒരു പേപ്പറിൽ കാണുള്ളൂ ഒരു മണിക്കൂറിന്. 60% 60% സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് അറൗണ്ട് ഒരു 9 to 10 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഒരു മണിക്കൂറും 10 ക്വസ്റ്റ്യനും സാറേ, ഒരു ക്വസ്റ്റ്യൻ 6 മിനിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രിപ്പയർ ചെയ്ത കുട്ടിക്ക് 6 മിനിറ്റ്, പല ക്വസ്റ്റ്യൻസ് 6 മിനിറ്റ് ഒന്നും ആവശ്യമില്ല ചെയ്യാൻ, വളരെ പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ സാറേ ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ IIT തന്നെ ഒരു ആവറേജ് പരീക്ഷയായിരുന്നു, കഴിഞ്ഞ വർഷത്തെ IIT ഫിസിക്സ് പരീക്ഷ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും കുട്ടികൾ പാനിക്കായിട്ട് ചിലപ്പം ലെസ് സ്കോറിലേക്ക് പോകുന്നതായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് തന്നെ അവർക്കൊരു 60% സ്കോർ ചെയ്യാനൊന്നും അതിനകത്ത് ഡിഫിക്കൽട്ടി ലെവലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇപ്പം JEE മെയിൻ ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻ, 20 ക്വസ്റ്റ്യനിൽ കൂടുതൽ ചെയ്താൽ 99% കിട്ടും. അപ്പോൾ ഒരു മണിക്കൂറുണ്ട്, അപ്പോൾ ഒരു ക്വസ്റ്റ്യന് റഫ്ലി 3 മിനിറ്റ്സ് കിട്ടുന്നുണ്ട്. അത്രയ്ക്കൊക്കെ ഉള്ളതേ ഉള്ളൂ സാറേ. 3 മിനിറ്റൊന്നും പല ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ട. ചിലതൊക്കെ 30 സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇതൊരു പാനിക് തോട്ടിൻ്റെ മാത്രം പ്രശ്നമാണ്. ഇത് റിയാലിറ്റി ആയിട്ട് എനിക്കൊന്ന് പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ ഇവരെ ആ തോട്ട് ഇത് ചെയ്യും, ഈ എളുപ്പമാണോ, ഇത് പറ്റുമോ, ആ ഒരു ചിന്ത ഇവരെ ഇങ്ങനെ ഇത് ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം പെർഫോമൻസ് അത്ര നന്നായിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സാറ് പറഞ്ഞതുപോലുള്ള ഒരു എന്താ പറയുന്ന സെൽഫ് മോട്ടിവേഷൻ്റെ ഒരു കുറവാണ്. നമുക്ക് പറ്റും എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും വേണം സാറേ, അതെപ്പോഴും വേണം. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക, അത് വിചാരിക്കുന്നതല്ല, അത് ഉള്ളതാണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. അതാണ് സാറേ വേണ്ടത്. അപ്പം ഇതിൽ ടെൻഷൻ, ഇതിപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, വീട്ടിൽ പോയി അന്ന് ഹോസ്റ്റലിൽ പോയി അന്നത് പഠിക്കുക, അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക, അതിൽ PYQ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു പാറ്റേൺ എല്ലാ സബ്ജക്റ്റിലും അവർ ഡെയിലി ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് സാർ ഇടയ്ക്ക് അവധികൾ വരുന്നുണ്ട്, ആ സമയത്തൊക്കെ ഇവർക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഇതൊരു എന്താ പറയുന്ന ആ ഒരു ബോധം നമുക്ക് വേണമല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോൾ. അതാണ് ഏറ്റവും പ്രധാനം ഇതിനകത്ത്. അതിന് നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സാറിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്യണമെന്ന് സാറിനൊരു തോട്ടുണ്ട്. ആ തോട്ടാണ് നമ്മളെ മുന്നിലോട്ട് കൊണ്ടുപോകേണ്ടത്, ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് ഇവർക്കുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ട് സക്സസ്ഫുൾ ആകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറേ, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് പറയാൻ എളുപ്പമാണെന്ന് തോന്നുന്നു, പ്രാക്ടിക്കലി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ദേ ആർ ഫേസിങ് ദ എക്സാമിനേഷൻ, നമ്മൾ ഓൺലി ഒബ്സർവിങ് ആണ്, അതിലൊരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നാലും സാറേ ഇവരൊക്കെ നമ്മളെക്കാളും മിടുക്കരാണ് തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. കാരണം അവർ പലതും അത് ക്യാച്ച് ചെയ്യുകയും ഒബ്സർവ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന രീതികൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും. അത് നമ്മളെ കൊണ്ട് പറ്റാത്തതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. അപ്പം അവരൊത്തിരി മിടുക്കരാണ് നമ്മളൊക്കെ. പിന്നെ അവരുടെ എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിലല്ല അവർ ജീവിച്ച് വളർന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ അവരെങ്ങനെ ഇമോഷണലി കണക്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഇവരെക്കാളും ബെറ്റർ ആയിരിക്കും. അതാ മാത്രമാണ് നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ്. എക്സ്പീരിയൻസ് ഉള്ളത് പറഞ്ഞു തരാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർ വളരെ നാളുകളത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇന്ന സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ കുട്ടികൾ കൂടുതൽ തെറ്റ് വരുത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന കോൺസെപ്റ്റ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ പോർഷനിൽ നിന്നാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളെ ക്ലാസ് ടീച്ചേഴ്സ് നേരത്തെ ഉള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള രീതിയിൽ അവർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഡയറക്ടേഴ്സ്, അപ്പോൾ അവർ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് തീർച്ചയായിട്ടും വളരെ കുട്ടികളെ കാണുന്നതാണ്. അപ്പോൾ അവർ എക്സ്പീരിയൻസ് ഉണ്ട്, അവർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അതുമായിട്ട് മുൻപോട്ട് പോകാം. അത് എങ്ങനെ തീർച്ചയായിട്ടും ഇതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. എല്ലാവർക്കും 98% കൂടുതൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു പാനിക്കായിട്ട് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്കിനി പരീക്ഷാ സമയത്ത് അല്ലേ, നമുക്ക് ഇങ്ങനെ പരീക്ഷാ ഹാളിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ വേറെ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോട് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ടീച്ചേഴ്സ് വരുന്നതാണ്. അപ്പോൾ അതുവരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, all the best. Thank you. Brilliant Study Center, India's #1 coaching center for NEET and JEE.